ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. കൂർഗ് മടിക്കേരി ആട്ടോ ഇപ്പോൾ ഉള്ളത്. നമ്മളിവിടെ ഒരു വാട്ടർഫോൾസും ഒരു ചെറിയ ട്രക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ഇന്നലെ നൈറ്റാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത റൂം ആട്ടോ ഈ കാണുന്നത്. സിനുണ്ട്, എവിനുണ്ട്. 105 ആട്ടോ റൂം നമ്പർ. ഒരു ടി വി ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യത്തില്ല. അത്യാവശ്യം നല്ല ബെഡുണ്ട്. നീറ്റ് റൂം ആട്ടോ. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള സ്പോട്ടാണ്. ഓക്കെ, ഹാൻഡ് വാഷ്, മിറർ ഓൾസോ. പിന്നെ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞെടുത്തതാണ് കേട്ടോ ഇത്. ബാൽക്കണി വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതാട്ടോ പുള്ളി. നല്ല ഇരിക്കാട്ടോ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ്. ഓക്കെ, ഈ കാണുന്ന കേട്ടോ ഔട്ട്സൈഡ് വ്യൂ, അതായത് ബാൽക്കണി എന്നുള്ള വ്യൂ. ഇതവിടെ റെഡ് ബ്രിക്ക് സീനുണ്ട്, കണ്ടേ. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുന്ന് പുറമേ എന്നുള്ള വ്യൂ. ബാക്കി നമുക്ക് വഴിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മാന്തൽപ്പെട്ടി ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മാന്തൽപ്പെട്ടിയിലേക്ക് ഇവിടുന്ന് മടിക്കേരിയിൽ നിന്ന് വരുന്ന റൂട്ടാട്ടോ. അന്നേരം നല്ല മിസ്റ്റ് ഫുള്ളായിട്ടുള്ളൊരു സ്പോട്ട് കണ്ടു, അങ്ങനെ ചവിട്ടിയതാണ്. ഇതാണ് കേട്ടോ നമ്മൾ വരുന്ന വണ്ടി. ഈക്കയാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. താങ്ക്സ് ഇക്ക. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മണ്ടൽപ്പെട്ടി പീക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്യാൻ പോട്ടോ. ചിലപ്പം വണ്ടിക്ക് പോകും, അല്ലെങ്കിൽ നടന്നു പോകാനുള്ള പ്ലാനിങ് കേട്ടോ. മൊത്തം മിസ്റ്റാണ് ഗൈസ്. ഭയങ്കര കോടാന്ന് പറഞ്ഞാൽ ഭയങ്കര കോട. നമ്മുടെ അടുത്ത് കോട്ടൊക്കെ ഉണ്ട്. പിന്നെ റോഡ് ഭയങ്കര മോശമാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഗൈസ്, അപ്പോൾ നമുക്ക് ജീപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഈ വണ്ടിയിലാട്ടോ നമ്മൾ മണ്ടൽപ്പെട്ടി എക്സ്പ്ലോർ ചെയ്യാൻ പോണേ. ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഗ്യാരേജിലുള്ള പുതിയ വണ്ടിയാട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് ട്രക്കിങ്ങിനുള്ള വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നേരെ പോണോ കേട്ടോ നമ്മുടെ റൂട്ട്. നല്ല ക്ലൈമറ്റ് കേട്ടോ ഗൈസ്, ബെറ്റർ ക്ലൈമറ്റ്. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അവിടെ പെർ പീപ്പിളിന് 50 റുപ്പീസാണ് പറഞ്ഞത്. നോക്കട്ടെ, നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്ത സ്ഥലം കേട്ടോ. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് ഫുള്ളായിട്ടുള്ളൂ. ഐഫോൺ റെസല്യൂഷൻ വളരെ കുറവ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മണ്ടൽപ്പെട്ടി ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നടന്ന് കയറി പോകണം കേട്ടോ. ഇവിടം വരെ വണ്ടികളൊക്കെ വരത്തുള്ളൂ. അതെ, അങ്ങോട്ടാട്ടോ നമുക്ക് കയറി പോകണ്ടേ. ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ക്യാപ്ഷൻ ഇവിടെ ഉണ്ട്. റെസ്പെക്ട് ദ ലാൻഡ് ദാറ്റ് വെൽക്കംസ് ഗൈസ്. ഭയങ്കര പീസ് ആംബിയൻസ് ആട്ടോ ഇവിടെ. സൂപ്പർ. അവിടെ കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഭയങ്കര മിസ്റ്റ് ആയത് കാരണം അത് ക്ലിയർ ആവുന്നില്ല. ബെറ്റർ.
ഗൈസ് ഇവിടുന്ന് കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദിസ് ഈസ് റിയലി ഹെവൻ. ഗൈസ് അത്യാവശ്യം ക്ലൗഡുള്ള സ്പേസ് ആട്ടോ. നമ്മളെപ്പോലെ പിന്നെ പീക്ക് ലെവലുള്ളവരൊക്കെ കയറി വരുന്ന സ്ഥലം കേട്ടോ. ഗായ്സ് നമ്മളങ്ങനെ പീക്കിൻ്റെ മുകളിലെ ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റേഷൻ അതാണ് ഗായ്സ്. വരും നമ്മൾ പീക്കിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഗായ്സ്. അതെ ഗായ്സ്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം മിസ്റ്റായത് കാരണം ഒന്നും കാണുന്നില്ല കേട്ടോ. ബട്ട് സാറ്റിസ്ഫാക്ഷൻ ഒബ്വിയസ്ലി സൂപ്പർ. ഗൈസ് നമ്മുടെ പീക്കറ്റ് കഴുപ്പ് ലെവൽ ഇതാ അവിടെ പാമ്പിനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തോ ഭാഗ്യത്തിന് അതിൻ്റെ അന്ന് കഴിയൊന്നും കിട്ടിയില്ല ഗൈസ്. പാമ്പ് തന്നെയാണ് ഗൈസ്, തല കാണുന്നില്ല ഗൈസ്. മയിലിപ്പോ ചത്താനാട്ടോ. ഗൈസ് ജീവനുണ്ട് കേട്ടോ, തലയും പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെട്രോൾ ഗൈസ് ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിക്കുക. ഇവിടെ പിന്നെ മലനിരകളായതുകൊണ്ട് ഇതുപോലത്തെ ജീവികളൊക്കെ ഉണ്ടാവും കേട്ടോ. ടൂള് തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ, റെസ്ക്യൂ ചെയ്യാനുള്ള. കിട്ടിയിട്ടുണ്ട് വലിയൊരു പൈപ്പും കഷണം. അയ്യോ പയ്യെ ഓക്കെ. അപ്പൊ നമ്മൾ അതിനെ സെറ്റ് ചെയ്യാൻ പോട്ടെ. ഇപ്പൊ പിടി അളിയ ആയുധം കൊണ്ട് അളിയ ആയുധം കൊണ്ട് അതിനകത്തുണ്ട്. അവിടെ പാമ്പുണ്ട്. ഗൈസ് വി ആർ സ്റ്റാർട്ടിങ് ദ പിന്നെ റെസ്ക്യൂ. പാമ്പിനെയും മനുഷ്യന്മാരെയും. അളിയ ചാടാനുള്ള സ്പോട്ടൊക്കെ നോക്കി വെച്ചോണം. കുത്തുന്നൊക്കെ ഓക്കെ, അത് കൊക്കയിലേക്കല്ല. പാവപ്പെട്ടവൻ അവിടെ അനങ്ങാതിരിക്കുക. അല്ലെ ഒറ്റയടിക്ക് തെറിപ്പിച്ചു. എങ്ങോട്ട്? അങ്ങോട്ട്, ഇങ്ങോട്ടല്ല കേട്ടോ. അവിടെ കൊല്ലല്ലേ മച്ചാനെ. അടിക്കലാണ് അതിന്റെ തലക്കിട്ട് ചെറുതായിട്ടൊരു തല്ലു. കൊല്ലണ്ട തോണ്ടി ഒറ്റ ഏറ് വെച്ച് കൊടുക്കുക. തോണ്ടിയിട്ട് അളെ തോണ്ടിയിട്ട് ഏറ് വെച്ച് കൊടുക്കടാ മച്ചാ, സെറ്റ് ആയിക്കോളും. എന്ത് വഴിയിലാണത് ക്ലിയർ ആവുന്നത്? അടി ഇല്ല പോട്ടെ ഗൈസ്. വലിയ പാമ്പാട്ടോ, വിചാരിച്ച പോലെ ഒന്നുമില്ല. ആരെങ്കിലും കടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും പ്രശ്നമായേനെ. എന്റെ പൊന്നടാ ഗൈസ്, ഇത് അണലിയാന്ന് തോന്നുന്നു. മര്യാദ ഒതുക്കിയിരുന്ന പാമ്പിനെ പിടിച്ച് പുറത്തെടുത്ത് ഗൈസ്. പിന്നെ there is a snake over there. You can go. വെൽക്കം മാൻ. അളിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ? ഗൈസ് ഇവർക്ക് ഇത് മതിയായിട്ടില്ല ഗൈസ്. ഇനിയും അതിന് ഉപദ്രവിക്കണം. പുളിയിലിരുന്ന് താരത്തിനെ വലിച്ച് പുറത്തിട്ട് ഇനിയിപ്പോ അതിനെ തോണ്ടിക്കളയണം. പാമ്പാട്ടോ, നല്ല രസമാണ് ഇതിനെ കാണാനല്ലേ. ഡയമണ്ട് ഹെഡ് ഏതാ എനന്നൊന്നും അറിയത്തില്ല. പക്ഷെ റാറ്റിൽ സ്നേക്ക് അല്ല. ഓക്കെ, അറിയേണ്ട അതിസാഹസികമായ പ്രകടനമാണ് ഗൈസ്. പാമ്പിന്റെ പൊടി പോലും ഇവരാണ് ഗൈസ് ഉത്തരവാദി. ഞാൻ മച്ചാനെ ബ്യൂട്ടിഫുൾ ജോബിടാം.
വേറെ ഇറങ്ങി വരുന്നുണ്ട്. ഗൈസ് ഈ പൊത്തിലാണ് ഗൈസ് മച്ചാൻ സുഖമായിട്ടിരുന്നത്. ഇത്ര നേരം ഇരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ പുള്ളി. പക്ഷെ എന്നാലും ഓക്കെ, അതിന് ഇവിടുന്ന് തീർന്നിട്ടില്ല. കുട്ടിയും കോലും കാത്തോ? ആ തൂക്കോൽ, താക്കോല്ല തൂക്കോൽ. ഗൈസ് നമ്മൾ ഉപദ്രവിക്കുന്നതല്ല ഗൈസ്, നമുക്കിവിടെ പിന്നെ ആൾക്കാരുടെ സേഫ്റ്റി കണ്ട സ്ഥിതിക്ക് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ഗൈസ് മതിയായിട്ടില്ല ഗൈസ്, അതിപ്പോഴും ഇവിടെ തന്നെയാണ് ഉള്ളത്. അളിയാ മതിയോ? അവിടെ നിന്ന് തോണ്ടി കളയണ്ടേ? അളിയാ ആയുധം പൊക്കി. ഗായ്സ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടതാണ് ഗൈസ്, ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്, മൊത്തത്തിൽ മിസ്റ്റാണ്. ഇവിടെ ഒരു മിസ്റ്റീരിയസ് മാനും. ഇപ്പൊ നമ്മുടെ അളിയൻ അളിയന് പിന്നെ കോട്ട് പിടിച്ചിട്ട് വേറെ സാധനം എടുക്കണം എന്ന് പറഞ്ഞില്ലേ? പറപ്പിക്കണം ഗൈസ്. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, നമുക്കിനി ജസ്റ്റ് അതൊന്ന് നോക്കി നോക്കാം ഗൈസ്. അപ്പൊ പിന്നെ ഈ കാണുന്ന കേട്ടോ വാച്ച് ടവർ. കയറി നോക്കാം. ഒരു ഡ്രിങ്കനാ അമ്മാരും ഡ്രിങ്കിങ് സാർ. ഗൈസ് അപ്പോൾ നമ്മുടെ എക്സ്പ്ലോറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. ഭയങ്കര മഴയും കൂടി ആയിപ്പോയി അപ്പോഴത്തേക്കും. മാത്രമല്ല മഞ്ഞായത് കാരണം ഒന്നും കാണാനും പറ്റുന്നില്ല. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബിക്കോസ് റോഡാണെങ്കിലും ഇവിടെയൊക്കെ നല്ല വൃത്തിയുള്ള റോഡ്. ഇത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇതാ. ഇതിലെ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ തന്നെ പുള്ളിക്കാരൻ എക്സ്പീരിയൻസ് വേണം. ഒബ്വിയസ്ലി ഉണ്ട്, ഈസ് എ ഗുഡ് ഡ്രൈവർ. ഗൈസ് ഒരു ഇന്നോവ കയറി പോകുന്നുണ്ട്. പ്രൈവറ്റ് വണ്ടി ഉണ്ട് കേട്ടോ, പക്ഷെ ഭയങ്കര റിസ്ക്കാണ് ഇങ്ങനത്തെ റൂട്ടിൽ കൂടെ ഒക്കെ വണ്ടി എടുത്തുകൊണ്ടുള്ള പോക്ക്. ട്രക്കിങ്ങിന് പറ്റിയ സെറ്റപ്പ് സ്ഥലം തന്നെ കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. ഇതാട്ടോ ഇവിടുത്തെ എൻട്രൻസ്. ഇത് കുറച്ച് ബോഡി പണിഞ്ഞ വണ്ടി കേട്ടോ. എല്ലാ ടൈപ്പ് വെഹിക്കിളും ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതലുള്ള ഇൻവേർട്ടർ കേട്ടോ. ഇൻവേർട്ടറും ജീപ്പും. ഇതിപ്പോൾ എല്ലാം കൂടി ഭയങ്കര വൈബായിട്ടുണ്ട്. താങ്ക്സ് അണ്ണാ. Guys, ഇതൊക്കെ സ്വാഭാവികമാണ് ഗൈസ്. പ്രൈവറ്റ് വെഹിക്കിൾ ഗൈസ്, there is some issue. One man standing behind the scene. He is putting on the helmet, helmet അല്ല, seat belt.
പറയാനുള്ളൂ. റൈറ്റ് ഗൈസ്, സേഫ്റ്റി ഫസ്റ്റ്. എവിടെയാണെങ്കിലും സേഫ്റ്റി ഫസ്റ്റ് ഗൈസ്. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. എപ്പോഴെങ്കിലും വന്നൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വരണം കേട്ടോ ഇവിടെയൊക്കെ. അടിപൊളി ക്ലൈമറ്റും വന്ന ദിവസം എന്തുകൊണ്ടും ബെറ്ററാണ് ഗൈസ്. ഒരു റൈഡർ ഇവിടെ ലോക്കായി പോയി ഗൈസ്. ബൈക്കിങ്ങും ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. ഇതാണ് കേട്ടോ മണ്ടൽപ്പെട്ടി ടൗൺ. ഗൈസ്, അപ്പോൾ നമ്മൾ മാന്തൽപ്പേട്ട എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് അടുത്ത വാട്ടർഫോൾസിലേക്ക് പോകാം കേട്ടോ, അബ്ബി വാട്ടർഫോൾസ്. ഇവിടെ നമ്മൾ നല്ല അടിപൊളി ഒരു ബ്രിഡ്ജ് കണ്ടു. അപ്പോൾ അത് കാരണം നല്ല സൂപ്പർ സ്പോട്ടാണ്, നല്ല സൈറ്റാട്ടോ. അടിപൊളി ക്ലൈമറ്റും വെതറും ലാൻഡ്സ്കേപ്പും ഒക്കെ സൂപ്പറാണ്. അപ്പോൾ നമ്മൾ വന്നത് ഈ വണ്ടിയിലാട്ടോ. ഇതാണ് നമ്മുടെ ഡ്രൈവർ. സൂപ്പർ മനുഷ്യനാട്ടോ, അടിപൊളി. ഗായ്സ്, റോഡെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനാണ് ഗൈസ്. ഭയങ്കര സീൻ റോഡാണ്. പക്ഷെ എന്നാലും മൂപ്പര് നല്ല പെർഫെക്റ്റ് ഡ്രൈവറായത് കാരണം അടിപൊളിയായിട്ട് തന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ഇക്ക, നിങ്ങൾ എത്ര കാലമായി? 42 കൊല്ലമായി. 42 കൊല്ലമായി. ഇതിവിടെ ഇപ്പോൾ ഈ മാന്തൽപ്പെട്ടി ഓപ്പൺ ചെയ്തിട്ട് എത്ര കാലമായി? മാന്തൽപ്പെട്ടി ഓപ്പൺ ചെയ്തിട്ടായി ഒരു 22 കൊല്ലമായി. 22 കൊല്ലമായി. ഓക്കെ. ഇതുവരെ റോഡിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മുമ്പേ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പം എല്ലാം ജീപ്പ് പോയി 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 വണ്ടിയെല്ലാം ഇത് റോഡെല്ലാം പാടായി. റോഡെല്ലാം പാങ്ങായി. അതെ ഗായ്സ്, നമ്മളങ്ങനെ അബ്ബി വാട്ടർഫോൾസ് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് കയറിക്കൊണ്ടുള്ള മോഡലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ കാണുന്നതാണ് കേട്ടോ വാട്ടർഫോൾ. ഹലോ, അപ്പം പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം അബ്ബി വാട്ടർഫോൾസ് ആണ്. ഇത് നമുക്ക് ചെറുതായിട്ട് അതിൽ കൂടി കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മച്ചി, അപ്പോൾ നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. നല്ലൊരു സ്പോട്ട് തന്നെ കേട്ടോ. ഓബിയസ്ലി കുളിക്കാനൊക്കെ പറ്റും. ചെക്കന്മാരൊക്കെ കുളിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ വായി നോക്കി നിൽക്കുക കേട്ടോ. ഓബിയസ്ലി ഗായ്സ്, എങ്ങനെയുണ്ട്? ഞാൻ അവിടെ പോയിക്കട്ടെ. ആ, ടോപ്പില് ഷുവറായിട്ട്. ഓക്കെ ഓക്കെ, ഡൺ. പോവാ.
അവന്മാരതിൻ്റെ മേലെ പോകാൻ പോകുകയും ചെയ്യും. നമുക്കത് അപ്രോച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അബി ഫോൾസിൻ്റെ അബി ഫോൾസ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. അളേ സിനുവേ, അവിടെ എങ്ങനെ ഉണ്ടറാ ഇവിടുത്തെ എക്സ്പീരിയൻസ്? യു മീൻ വെൽ, ലൈക്ക് നല്ലതാണോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചും കൂടി വലിയ പാറക്കെട്ടി എന്നുള്ള വെള്ളച്ചാട്ടമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓബിയസ്ലി, സീരിയസ്ലി പക്ഷെ ഇത് ഇച്ചിരി ചെറുതായി പോയി. ബട്ട് നോട്ട് ആണെങ്കിൽ അത്യാവശ്യം വെള്ളമുണ്ട്, അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ obviously man, she is beautiful.